ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബഹ്റൈനിലെ പഴയ ഒരു ലൈബ്രറിയിലേക്കാണ് ഞാൻ പോയത് കേട്ടോ. ഒരുപാട് ബുക്സുകളുണ്ട്, പഴയ കുറേ ഐറ്റംസ് അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈബ്രറി ഒന്നല്ല, ബഹ്റൈനിലെ ഏറ്റവും പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റ് വിത്ത് ബാറാണിത്. ഏകദേശം ഒരു 40 വർഷത്തോളം പഴക്കമുണ്ട് ഓൾഡ് ബീംസ് എന്ന ഈ റെസ്റ്റോറൻറ്റിന്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു പുസ്തകം എടുത്തു, വിക്ക്ഡ് വിസ്പേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതൊരു ഓട്ടോബയോഗ്രഫി ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അതിൽ ജെസിക്ക കള്ളൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്ന ഒരു ലേഡി. കൺഫെഷൻസ് ഓഫ് എ ഗോസിപ്പ് ക്വീൻ എന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലേഡിയുടെ കുറ്റസമ്മതമാണത്, അവരുടെ ഫാമിലി ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. അത് സാധാരണ ബാറുകളെ പോലെയല്ല, അവിടെ ഒരു ബഹളങ്ങളും ഇല്ല, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസാണ്. നമ്മൾ വന്നിരിക്കുന്ന ആൾക്കാർ തന്നെ പരസ്പരം സംസാരിക്കുന്ന ശബ്ദം മാത്രമേ നമുക്ക് അവർ കേൾക്കുള്ളൂ. അവിടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ വരെ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ നമ്മളെ ഏതോ പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. നമുക്ക് ഒരുപാട് പണ്ടത്തെ ഫോട്ടോസൊക്കെ ഫ്രെയിംസൊക്കെ അതിൻ്റെ ചുമരുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ വീട്ടിൽ നമ്മൾ പഴയ തട്ടടിച്ച വീടുകളൊക്കെ ഇല്ലേ പണ്ടത്തെ കാലത്ത്, അതുപോലെയൊക്കെയാണ് ഓരോ റൂമുകളും. പിന്നെ അവിടെ ഇങ്ങനെ ആ അളമാരിയിൽ ഞാൻ പുസ്തകം എടുത്ത സ്ഥലത്ത് പഴയ തയ്യൽ മെഷീൻ, പഴയ ക്ലോക്കുകൾ, അങ്ങനെ ഒരുപാട് പൗരാണികമായിട്ടുള്ള പഴയ സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കെന്തോ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നൊരു ഫീൽ തോന്നും. ഒരു ചുമര് നിറച്ച ചിത്രങ്ങളാണ് കേട്ടോ, നല്ല നല്ല ഫോട്ടോസ്, പഴയ ഫോട്ടോസ്, ഗൃഹാതുരത വിളിച്ചോതുന്ന ഫോട്ടോസാണ് അതൊക്കെ. ഇത് കണ്ടോ, വളരെ പഴയൊരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. അടുത്ത് തന്നെ പഴയൊരു ക്ലോക്ക് ഉണ്ട്, 12:32 നിലച്ച ഒരു ക്ലോക്ക്. അതൊക്കെ വളരെ പഴക്കമുള്ളത്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. വെയിറ്റ് നോക്കണ ഗ്ലാസ്, അങ്ങനെ ഒരുപാട് പഴയ ഐറ്റംസ്. ഉള്ളിലേക്ക് കയറി എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടുത്തെ ബഹ്റൈനീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്കുള്ള പോർഷൻസൊന്നും ഞാൻ എടുത്തില്ല. എനിക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയൊക്കെ ഈ മോൾ ഭാഗത്തെ തട്ട്, ഓരോ വാളും എല്ലാ ചുമരുകളും അലങ്കരിച്ചിരിക്കുന്നത് ഫോട്ടോകളോടാണ്. അങ്ങനത്തെ മരങ്ങളാണ്, മരം കൊണ്ടാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളും പഴയ രീതിയിലുള്ള പണികളാണ് കംപ്ലീറ്റ്. ഇരിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ടേബിള്, റിസപ്ഷൻ, ഇതെല്ലാം മരത്തിലാണ്. ഒന്നും വേറെ ഒരു മെറ്റീരിയൽ ഇതിലില്ല. ഞാൻ പോയത് ദിവസം ആയതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സിമം 6-7 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല പ്രൈവസി ആയിരുന്നു. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കാനും സംസാരിക്കാനും മറ്റുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായൊരു അന്തരീക്ഷം. എല്ലാ സ്ഥലത്തും ഇതുപോലെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റില്ല. ഞാൻ അവിടെ പ്രത്യേകം പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ പിടിച്ചതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള, അതായത് നമുക്ക് നമ്മുടെ എന്താ പറയുക, പഴയ ഏതൊരു കാലഘട്ടത്തിലേക്ക് പോയ പോലെ ഒരു ഫീലിങ്സാണ് ഇവിടെ ചെല്ലുമ്പോൾ. നമ്മുടെ ബാറുകളുടെ നഗരമായ അഡ്ലയിൽ തന്നെയാണ് ഈ ഓൾഡ് ബീംസ് സ്ഥിതി ചെയ്യുന്നത്. ഓൾഡ് ബീംസ് എന്ന് വെച്ചാൽ പഴയ തൂണുകൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പഴമ വിളിച്ചോതുന്ന നല്ലൊരു കെട്ടിടം, നമുക്ക് ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം.